14 മണിക്കൂർ നേരം ഒരു കമ്മീഷന്റെ മുമ്പിൽ ഇരുന്നു. ഈ സിറ്റിംഗ് ജഡ്ജിയെ അന്വേഷിച്ചു. കിട്ടാത്തത് കുഴപ്പം അദ്ദേഹത്തിൻ്റെതായിരിക്കില്ല. മറ്റുള്ള എല്ലാ സാങ്കേതികത്വവും അന്വേഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ നടക്കുന്നു. ഇത്രയും മതിയോ ഒരു കേസ് അവസാനിപ്പിച്ച് ഒരാൾ പ്രതിയല്ല, ഇവിടെ ഒരു സ്കാം നടന്നിട്ടില്ല എന്നൊക്കെ ആളുകളെ ബോധ്യപ്പെടുത്താൻ ഈ ബോഡി ലാംഗ്വേജുകൾ മതിയോ? ശ്രീലാൽ, ഈ പറയുന്നതൊക്കെ ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് വേണമെങ്കിൽ ആളുകളെ പറ്റിക്കാൻ പറ്റും. ഇതൊന്നും ഇവിടുത്തെ പൊതുസമൂഹം വിശ്വസിക്കുന്നില്ല. സത്യസന്ധമായിട്ട് പറയുമ്പോൾ ഇത് സിദ്ദിഖ് സാറേ, ഞാൻ ഈ കാര്യത്തിൽ ഈ കാര്യത്തെ നിയമപരമായി ബോധ്യപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ നിയമപരമായി ഈ പറയുന്ന സാങ്കേതിക ക്രമങ്ങൾ പറഞ്ഞല്ലോ, കമ്മീഷൻ വെക്കുന്ന കാര്യത്തിൽ അതുപോലെ തന്നെ സിറ്റിംഗ് ജഡ്ജിക്ക് കത്തെഴുതി 2-3 ആരോപണങ്ങൾ വെക്കുന്നതിനെ കുറിച്ച് പ്രതിപക്ഷം പറഞ്ഞു വേണ്ട ഇതും കൂടെ വെച്ചോ എന്ന് പറയുന്നു. ഇതൊന്നും വലിയ കാര്യമല്ല. ശ്രീമതി സരിത പരിശുദ്ധത, അത് ധാർമ്മികമായിട്ടുള്ള കരുത്താ. ആ കരുത്ത് ഇവിടെ മറ്റുള്ളവർക്കില്ല, പ്രതിപക്ഷത്തിനില്ല. നിങ്ങൾ നേരെ ചൊവ്വ വന്നാൽ സിദ്ദിഖ് അങ്ങനെ ധാർമ്മികതയിൽ വലിയ ചരിത്രം പറയുന്ന ആളാണെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ധാർമ്മികതയല്ല നോക്കേണ്ടത്, ധാർമ്മികതയാണെങ്കിൽ ഇന്ന് രാജിവെക്കണം, ഈ കോടതി വിധി വരുമ്പോൾ നിയമമാണ് നോക്കേണ്ടത് എന്ന് പറഞ്ഞ് നേരെ തിരിച്ചടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ ധാർമ്മികത, നിയമം അല്ലാത്ത സമയത്ത് അതും ഒരു ഇരട്ടത്താപ്പല്ലേ? ലാലെ, ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാ, ഞങ്ങൾ നടത്തിയ വികസനവും ഞങ്ങൾ നടത്തിയ കരുതൽ നടപടികളും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത് പറയുമ്പോൾ നിങ്ങൾ നടത്തിയ കരുതലിലേക്ക് പോലെ ഈ കാര്യത്തിലുള്ള നിങ്ങളുടെ കരുതൽ പറയുക. ലാലെ ഒരു സെക്കൻഡ്, ഞങ്ങൾ നടത്തിയ ലാൻഡ്മാർക്ക് വികസന പ്രവർത്തനങ്ങളെയും നേരിടാൻ ആൺകുട്ടികൾ പോലെ മാന്യമായി ഞങ്ങളെ നേരിടാൻ കഴിയാതെ വന്നപ്പോ ബാർ മുതലാളിമാരെയും ക്രിമിനലിനെയും വിളിച്ച് സീഡി കഥ പറഞ്ഞ് അമ്പെ പരാജയപ്പെട്ട് തലയിൽ മുണ്ടിട്ട് പോയി. പിന്നെ അവരുടെ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത ഒരു പെണ്ണിനെ വിളിച്ച് മുഖ്യമന്ത്രിക്കെതിരെ അപമാനം പറയാൻ നാളല്ലേ നിങ്ങൾക്ക്? ആൺകുട്ടികളെ പോലെ രാഷ്ട്രീയം പറയണല്ലാതെ ഇത് ക്രിമിനലുകളെ കൊണ്ടുവന്ന് തോന്നിവാസവും വൃത്തികേടും പറഞ്ഞിട്ടല്ല. രാഷ്ട്രീയം ചോദിക്കുമ്പോൾ ധാർമ്മികത പറയുക, ധാർമ്മികത ചോദിക്കുമ്പോൾ വീണ്ടും നിയമത്തിലേക്ക് വരിക. ഇങ്ങനെ ചാടി പോവല്ലേ ടി സിദ്ദിഖ്? പറഞ്ഞു വന്ന എന്താണ് നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് അതിനൊരു മറുപടി നോക്കാം. ഞാൻ ഒരു സെക്കൻഡ്, ഞാൻ ഏഷ്യാനെറ്റോട് കയറുന്നു, ഞാൻ ഇതിന്ന് റിലീവ് ചെയ്യാണ്. എന്നെ കേട്ടതിന് പ്രത്യേകം നന്ദി ആദ്യമായിട്ട് പറയാം. തീർച്ചയായും. ശ്രീ അഡ്വക്കേറ്റ് ഉദയഭാനു, അദ്ദേഹം പോകുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞു വന്നത്, സംസ്ഥാനത്തെ മന്ത്രി പ്രതിക്കൂട്ടിലാകുന്ന രീതിയിൽ സംസ്ഥാനത്തെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി, മറ്റ് 2 സഹമന്ത്രിമാർ ഇവർ പ്രതിക്കൂട്ടിലാകുന്നതിന് കുറ്റകരമായിട്ട് പ്രവൃത്തി ചെയ്തു എന്ന് ഒരു സ്ത്രീ കോടതി ഒരു കമ്മീഷൻ മുമ്പാകെ വന്ന് മൊഴി പറയുകയാണ്. അവരുടെ പശ്ചാത്തലങ്ങൾ നോക്കിക്കൊണ്ട് മാത്രമാണ് അവർ പറയുന്നത് കളവാണെന്ന് ആരോപിക്കുന്നത്. അവർ പറഞ്ഞ കാര്യങ്ങളിലെ ആ വസ്തുത ശരിയാണോ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ള നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്വം ഇവർ നിർവഹിക്കുന്നുണ്ടോ? അവിടെയാണ് പ്രധാന പ്രശ്നം. രണ്ടാമത്തെ കാര്യം, ആ പറഞ്ഞത് തെറ്റാണ് എങ്കിൽ അവർക്കെതിരെ നിയമ നടപടി എടുക്കാൻ എന്തുകൊണ്ട് വൈകുന്നു? ആ കാര്യത്തിൽ ഉത്തരം പറയട്ടെ. രാജിവെക്കുകയോ പിടിക്കുകയോ ഇല്ലയോ എന്നുള്ളതെല്ലാം ധാർമ്മികതയുമായിട്ട് ബന്ധപ്പെട്ടോ രാഷ്ട്രീയ മര്യാദയുമായിട്ട് ബന്ധപ്പെട്ട, പക്ഷേ നിയമപരമായിട്ടൊരു ചുമതലയുണ്ട്. ഈ പറയുന്ന ഈ സരിത എന്ന് പറയുന്ന സ്ത്രീ കമ്മീഷൻ മുമ്പാകെ ഇന്ന് പറഞ്ഞ കാര്യം നിയമപരമായി തെറ്റാണ് എങ്കിൽ, അവർ സത്യം ചെയ്തു കൊടുത്ത മൊഴി കളവാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ നിയമപരമായി അവർക്കെതിരെ നടപടിയെടുക്കാനായിട്ട് വൈമുഖ്യം കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ വൈമുഖ്യം കാണിക്കുന്നത് എന്തുകൊണ്ട്? ഈ കാര്യത്തിലാണ് നിയമപരമായി ഉത്തരം പറയേണ്ടത്. അല്ലാതെ
പൊതുസമൂഹത്തിൽ ഞാൻ ഇത് കമ്മീഷൻ വെക്കാൻ വേണ്ടി മുൻകൈ എടുത്തയാളാണ്, പല കാര്യങ്ങളും ചെയ്തിട്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതിനിടയിൽ ധാർമ്മികതയും പറയുന്നൊരു വലിയ കാര്യമില്ല. പിന്നെ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു കേസ് ഒരു കുറ്റകൃത്യം അനാവരണം ചെയ്യപ്പെടുന്നുണ്ട്. ശ്രീ തമ്പാനൂർ രവി പറഞ്ഞ കാര്യത്തിലാണെങ്കിലും കുറ്റകരമായിട്ടുള്ള പ്രവൃത്തിയുണ്ട്. ഞാൻ ഇന്നലെ ലാല് സൂചിപ്പിച്ചതാണ്, ഇന്ത്യൻ ശിക്ഷാ നിയമം 195A പ്രകാരം കുറ്റകരമായിട്ടുള്ള വകുപ്പാണ്, അത് പ്രകാരം കുറ്റകരമായിട്ടുള്ളതാണ്. അതിൽ കേസെടുക്കുന്നതിൽ തടസ്സങ്ങളില്ല. സാങ്കേതികമായി ഇത്തരം കേസുകൾ എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് വിജിലൻസ് കോടതി എടുക്കുമ്പോൾ അതിന് ചില സാങ്കേതികത്വങ്ങളെല്ലാം ഉണ്ട്. ആ സാങ്കേതികത്വങ്ങളിൽ വരുമ്പോഴാണ് ഒരുപക്ഷെ ഹൈക്കോടതിക്ക് നിയമപരമായി ഇടപെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. അതേസമയം ഈ സാങ്കേതികതകളിൽ നിന്നും പുറത്തു വന്നുകൊണ്ട് ഒരു കുറ്റകൃത്യം അനാവരണം ചെയ്യപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ള ഒരു സത്യം, ആ സത്യത്തെ എങ്ങനെ ഈ സംസ്ഥാന സർക്കാരിന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നുവോ എന്നതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. വലിയ പ്രതാപത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അവർക്കെതിരെ ഒരു മാനനഷ്ട കേസിന് പോലും നിങ്ങൾക്കാർക്കും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. നിങ്ങളിൽപ്പെട്ട പലരുടെയും പേരുകൾ പല ഘട്ടത്തിലായി പുറത്തേക്ക് വരുന്നുണ്ട് സരിതയുടെ നാവിൽ നിന്ന്. ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഈ പറഞ്ഞ രീതിയിൽ സരിതയുടെ അമ്മ വഴി ഈ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ്. 30 പേജുള്ള കത്ത് 4 പേജാക്കി മാറ്റിയതിന് ഉത്തരവാദി മുഖ്യമന്ത്രിയാണ്. ഇതൊക്കെ പറഞ്ഞിട്ടും കേട്ടുകൊണ്ട് നിൽക്കുന്നു സത്യം ജയിക്കും. ഇങ്ങനെയുള്ള വലിയ വാക്കുകൾ പറയാനല്ലാതെ മറ്റൊന്നും സാധിക്കുന്നില്ലേ അധികാരം കൊണ്ട്? അല്ല, സരിത വലിയ പ്രതാപത്തോടുകൂടി പോകുന്നത് മാധ്യമങ്ങളും കേരളത്തിലെ ഇന്നത്തെ പ്രതിപക്ഷവും ഉള്ളത് കൊണ്ടാണ്. ആരെന്ത് പറഞ്ഞാലും അത് ഏറ്റെടുക്കാൻ ഒരു പ്രതിപക്ഷം ഉണ്ടല്ലോ. അവരുടെ പശ്ചാത്തലമോ അവരുടെ ജെന്യൂനിറ്റിയോ അവരുടെ ധാർമ്മികതയോ ഒന്നും പരിശോധിക്കാതെ പ്രതിപക്ഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രതാപത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അവിടെ നിൽക്കട്ടെ. ഇവിടെ മുഖ്യമന്ത്രി പ്രതിയാണ്, മുഖ്യമന്ത്രി കുറ്റക്കാരനാണ് എന്നൊക്കെ പറയുന്നത് ഈ സരിതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. മുഖ്യമന്ത്രി 14 മണിക്കൂർ ഇരുന്ന് മൊഴി കൊടുത്തപ്പോൾ ഈ സരിതയുടെ അഭിഭാഷകൻ ഉണ്ടായിരുന്നു. ഒരു ചോദ്യം പോലും, മുഖ്യമന്ത്രിയുടെ മൊഴിയെ സംബന്ധിച്ചൊരു ചോദ്യം പോലും മുഖ്യമന്ത്രി പ്രതിയാക്കിയത് ഒരു കോടതിയാണ്. അല്ല, അത് ഞാൻ പ്രതിയാക്കിയിട്ടില്ല. പ്ലീസ് അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യരുത്. ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി 14 മണിക്കൂർ മൊഴി കൊടുത്തപ്പോൾ ഒരു ചോദ്യം പോലും ചോദിക്കാൻ ഈ സരിതാ നായരുടെ അഭിഭാഷകന് കഴിഞ്ഞിട്ടില്ല. സരിതാ നായർ ആരോപണം ഉന്നയിക്കുന്നു, ഉടനെ പ്രതിപക്ഷം പറയുന്നു മുഖ്യമന്ത്രി പ്രതി, കുറ്റവാളി, ഇനി അധികാരത്തിൽ തുടരാൻ പാടില്ല, ഗവർണർ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം, ഗവർണർ നിയമസഭയിൽ പോകാൻ പാടില്ല. ഇതെല്ലാം സരിതയുടെ നാവിൻ തുമ്പിൽ നിന്ന് കേരള രാഷ്ട്രീയത്തെ ഒരു പമ്പരം പോലെ കറക്കണം എന്നാണ് കേരളത്തിലെ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത്. അത് തെറ്റാണ്. ഭരണഘടനയിൽ തൊട്ട് പറയുന്നതെല്ലാം അപ്പടി വിഴുങ്ങുന്ന സമ്പ്രദായം എവിടെയാണ്? ഇനി ക്രോസ് ഇല്ലേ? ഇനി എന്തെല്ലാം നടപടിക്രമങ്ങൾ കിടക്കുന്നു? അതിനു മുമ്പ് തന്നെ നിങ്ങളൊരു കൺക്ലൂഷനിലെത്തുകയാണ്. മുഖ്യമന്ത്രിക്കെതിരായ നിങ്ങളൊരു കൺക്ലൂഷൻ. ഇത് എത്രയോ കേരളത്തിൽ നിങ്ങൾ നോക്കൂ, ശ്രീ ലാലിന് കുറെ കാര്യങ്ങൾ അറിയാമല്ലോ. കേരളത്തിന്റെ ചരിത്രത്തിൽ സരിതാ നായരെ പോലെ ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയിട്ടുള്ള മറ്റൊരു സ്ത്രീയുടെ പേര് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഇത്രയധികം തട്ടിപ്പ് നടത്തിയ മറ്റൊരു സ്ത്രീ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു സ്ത്രീയുടെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നു. ഇന്ന് പ്രതിപക്ഷം തെരുവിലിറങ്ങിയിരിക്കുന്നത് ഈ സരിതയുടെ നാവിൻ തൊമ്പിൽ നിന്ന് വീഴുന്ന വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. മുഹമ്മദ് റിയാസ്, ഈ സരിതയുടെ നാവിൻ തുമ്പിൽ നിന്ന് എന്ത് വീഴുന്നു എന്ന് കേട്ട് റോഡിലേക്ക് ഇറങ്ങാൻ തക്കവണ്ണം വളരെ മണ്ടത്തരം കാണിക്കുന്ന ഒരു സംഘടനയുടെ തലപ്പത്താണോ മുഹമ്മദ് റിയാസ് ഉള്ളത്? അത് പറയുമ്പോൾ ഇന്ന് ജനാധിപത്യപരമായി ഞങ്ങൾ പ്രക്ഷോഭം നടത്തി. കോഴിക്കോട് രാവിലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചു. ബ്ലാക്ക് ഫ്ലാഗ് പ്രൊട്ടസ്റ്റ്, കരിങ്കൊടി സമരം. കരിങ്കൊടി സമരം കണ്ടുപിടിച്ചത് DYFI അല്ല, രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. എൻ്റെ UDF സുഹൃത്ത് ഓർക്കുന്നുണ്ടാകും. ആ കരിങ്കൊടി സമരം രാഷ്ട്രപിതാവിൻ്റെ സമരരീതി പിൻപറ്റിയ ഞങ്ങളുടെ സഖാക്കളെ, കയ്യിൽ കറുത്ത തുണി മാത്രമേന്തി വന്ന ഞങ്ങളുടെ സഖാക്കളെ പെപ്പർ സ്പ്രേ കൊണ്ടാണ് പോലീസ് നേരിട്ടത്. കുരുമുളക് സ്പ്രേ. അതിൽ സമരത്തിൽ പങ്കെടുത്ത റെയിൽവേ സ്റ്റേഷനിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, DYFIയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പിങ്കി പ്രമോദ്. അവരെ ഭീകരമായി പുരുഷ പോലീസ് മർദ്ദിക്കുന്ന സ്ഥിതി ഉണ്ടായി. വസ്ത്രം വലിച്ചു കീറി. അവിടുത്തെ ആളുകളെ മുഴുവൻ ഭീകരമായി അടിക്കുന്ന സ്ഥിതി വന്നു. തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടു, മലപ്പുറത്ത് കാണുന്നു. കോൺഗ്രസ് ഗുണ്ടകളും ഉമ്മൻചാണ്ടിക്കൊപ്പം ഈ പ്രൊട്ടക്ഷൻ്റെ പേരിൽ ആക്രമിക്കാൻ വന്നു. അപ്പം ജനാധിപത്യത്തിൽ ഒരു പ്രതിപക്ഷത്തിന് പ്രതിഷേധിക്കാൻ അധികാരമില്ലേ? അതും കരിങ്കൊടി സമരം.
രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി കാണിച്ചു കൊടുത്ത സമരം, ആ സമരത്തോട് ചാനൽ ചർച്ചയിൽ UDFന്റെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നവർ കാണിക്കുന്ന അതേ അസഹിഷ്ണുത തന്നെയാണ് ഭരണാധികാരികളും കാണിക്കുന്നത് എന്ന് ആദ്യമേ പറയട്ടെ. ഇന്നലെ നമ്മൾ കുറേ കാര്യങ്ങൾ ചോദിച്ചു, അതിന് കൃത്യമായ ഉത്തരം കിട്ടിയിട്ടില്ല. ഇന്ന് എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ളൊരു കാര്യം, ഇവിടെ സരിത എന്ന വ്യക്തിയുടെ ക്രെഡിബിലിറ്റിയെക്കുറിച്ചായിരുന്നു രാവിലെ മുതൽ രാത്രി വരെയുള്ള ചർച്ചകളിലും പ്രസംഗങ്ങളിലും UDFന്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്ത് ക്രെഡിബിലിറ്റി, വിശ്വാസ്യതയാണ് സരിതക്കുള്ളത്? അങ്ങനെയാണെങ്കിൽ വിശ്വാസ്യതയില്ലാത്ത സരിത വിളിച്ചു പറയുന്ന ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഒരു മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLAമാരും നേതാക്കന്മാരും തയ്യാറാകുന്നില്ല? ഈ ചോദ്യം ഇന്ന് സമൂഹത്തിൽ പ്രസക്തമായി വരികയാണ്. അങ്ങനെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാത്തതിൻ്റെ പിന്നിൽ ഭയമാണ്. ആ ഭയം സരിത ഇതിലും കൂടുതൽ ചിലത് പറയുമെന്നുള്ള ഭയം തന്നെയാണ്. ഇവിടെ സരിത മുമ്പ് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇപ്പം ഇങ്ങനെ പറയുന്നു എന്നാണ് മറ്റൊരു വാദം രാവിലെ മുതൽ ഞാൻ പങ്കെടുത്ത ചർച്ചകളിലും മറ്റും കേട്ടിട്ടുള്ളത്. സരിത ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കണം. പക്ഷേ സരിത ഇന്നലകളിൽ പറഞ്ഞത് ഒരു കമ്മീഷന് മുമ്പാകെയല്ല. സരിത ഇന്നും ഇന്നലെയുമായി ഇപ്പോൾ പറഞ്ഞ മൊഴി ഭരണഘടനാപരമായി പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഒരു കമ്മീഷന് മുമ്പാകെയാണ്. അപ്പോൾ മുമ്പ് സരിത പറഞ്ഞത് അങ്ങനെ, ഇപ്പോൾ ഇങ്ങനെ പറയുന്നു എന്ന് പറയുമ്പോൾ ഒരു കമ്മീഷന് മുമ്പാകെ സരിത പറയുന്ന മൊഴി, അതാണ് നിയമപരമായി വാലിഡിറ്റി ഉള്ളത്, നിയമപരമായി അംഗീകരിക്കുന്നത്. അത് തീർത്തും കേരളത്തിലെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എതിരാണ്. അപ്പോൾ നിയമപരമായി അതൊരു പ്രശ്നമാണ്. മൂന്നാമത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, 1952 കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരമാണ് സോളാർ കമ്മീഷനും രൂപം കൊടുത്തിട്ടുള്ളത്. ആ സോളാർ കമ്മീഷൻ ആസ് ഇറ്റ് ഈസ് ഈക്വൽ ടു കോർട്ട് എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ പരിഹസിച്ചവർ ഇന്നത്തെ ചില പത്രങ്ങളിലും പല ദൃശ്യമാധ്യമങ്ങളിലും അത് കോടതിക്ക് സമം തന്നെയാണ് ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം മിണ്ടുന്നില്ല. ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, ഇവിടെ മനസാക്ഷിയാണ് ധാർമ്മികതയേക്കാൾ വലുത് എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കോടതി പരാമർശത്തിൻ്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെച്ച ശ്രീ കരുണാകരൻ്റെ വിഷയം ഞാൻ ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്തു. കരുണാകരൻ രാജിവെക്കേണ്ടി വന്ന വിഷയം. അതോടൊപ്പം 1995 ചാരക്കേസിൽ ശ്രീ കരുണാകരൻ പെട്ട സമയത്ത് ധാർമ്മികതയെക്കുറിച്ച് നാടാകെ നടന്ന് പ്രസംഗിക്കുകയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ കരുണാകരനെ കുറിച്ച് അന്ന് ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞത്, കേരളത്തിലെ ചെറിയ കുട്ടി പോലും കരുണാകരൻ നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്നില്ല, ധാർമ്മികതയാണ് ഇവിടെ പ്രശ്നം, അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണമെന്നാണ്. ഇതുപോലെ തന്നെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നമാണ് KM മാണിയുടെ രാജിയും KP വിശ്വനാഥന്റെ രാജിയും. ഞാൻ തിരിച്ചെത്താം മുഹമ്മദ് റിയാസ്. വിൻസെന്റ്, ഇതിന് ഒന്ന് മറുപടി പറഞ്ഞിട്ട് നമുക്ക് ശ്രീ രാധാകൃഷ്ണ മേനോനിലേക്ക് വരാം. എപ്പോഴും താൻ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാറില്ല എന്ന് ആശങ്കപ്പെടുന്ന ആളാണ് ശ്രീ മുഹമ്മദ് റിയാസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞതിന് ഞാൻ മറുപടി പറയാം. ഒന്ന്, മാനനഷ്ട കേസ്. സരിത ഇന്നലെയാണ് മൊഴി കൊടുത്തത്. മാനനഷ്ട കേസോ മറ്റെന്തെങ്കിലും നിയമ നടപടികളോ സ്വീകരിക്കുകയില്ല എന്ന് റിയാസ് ധരിക്കേണ്ടതില്ല. ഇതിൻ്റെ പിന്നിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമ നടപടികൾ കാര്യങ്ങളെല്ലാം പിന്നാലെ വരുന്നതാണ്. ആ കാര്യത്തിൽ റിയാസിന് ആശ്വസിക്കാം. രണ്ടാമത്, മൊഴി കമ്മീഷന് മുമ്പാകെ പറയുന്ന മൊഴിയും കമ്മീഷന് പുറത്ത് പറയുന്ന മൊഴിയും രണ്ടും രണ്ടായിക്കൊള്ളട്ടെ, പക്ഷേ കമ്മീഷന് മുന്നിൽ പറയുന്നതാണ് ഏറ്റവും നമ്മൾ സ്വീകരിക്കേണ്ട മൊഴി എന്ന് അദ്ദേഹം പറഞ്ഞു. അവിടെ തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം. ഇവർ ഇന്ന് കമ്മീഷനിൽ പറയുന്നു ഒരു മൊഴി, നാളെ പുറത്ത് വേറൊരു മൊഴി പറയുന്നു. ഇതാണ് ഇവരുടെ ക്രെഡിബിലിറ്റിയുടെ ഏറ്റവും വലിയ അളവുകോലായി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. മിസ്റ്റർ റിയാസ്, പുറത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ അത് ഓരോരുടെയും വ്യക്തിത്വങ്ങളിലാണ് നമ്മൾ അളക്കേണ്ടത്. പുറത്തൊന്ന് പറയുക, വേറൊരു സ്ഥലത്ത് വേറൊന്ന് പറയുക. ഇങ്ങനെയുള്ള ഒരാളിന്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എങ്ങനെ ഇറങ്ങും? മുഖ്യമന്ത്രി തന്നെ ആദ്യം എന്താണ് പറഞ്ഞത്? സരിതയെ കണ്ടിട്ടില്ല. ലാൽ ഈ കാര്യം പൂർത്തിയാക്കാൻ അനുവദിക്കണം. അപ്പൊ ഇങ്ങനെ ഓരോ വേദിയിലും ഓരോ അഭിപ്രായങ്ങൾ പറയുന്ന സരിത ഇപ്പൊ ഇന്ന് രാവിലെ മൊഴി കൊടുക്കാൻ എത്തുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താ? ഞാൻ 2014 ഏപ്രിൽ മാസം 26 ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ
10 കോടി രൂപ ഉമ്മൻചാണ്ടിക്കെതിരെ പറയാൻ CPM-കാർ എനിക്ക് വാഗ്ദാനം ചെയ്തു എന്ന് പറയുന്നതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുകയാണ്. ഞങ്ങൾ ആരും അത് ഏറ്റെടുക്കുന്നില്ല. കാരണം സരിത എന്താണ്, സരിതയുടെ ക്രെഡിബിലിറ്റി എന്താണ് എന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞങ്ങളത് 2014 ഏറ്റെടുത്തിട്ടില്ല, 15 ഏറ്റെടുത്തില്ല, ഇന്നും ഏറ്റെടുത്തില്ല. വേണമെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകാരിയുടെ വാക്കുകൾ ഏറ്റെടുത്ത് നടക്കാൻ ഞങ്ങൾ അച്യുതാനന്ദനോ കോടിയേരി ബാലകൃഷ്ണനോ പിണറായി വിജയനോ ആണോ? ഞങ്ങള് അല്ല, ഞങ്ങൾ കേരളത്തിലെ ഈ സരിതയേക്കാൾ ഞാൻ ചോദിക്കട്ടെ, ഒരു കമ്മീഷന് മുമ്പിൽ പോയിരുന്നത് ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സത്യസന്ധത തെളിയിക്കണം. ഞങ്ങളുടെ സത്യസന്ധത തെളിയിക്കുന്നത് നിങ്ങളെക്കാൾ വലിയ ആവശ്യം ഞങ്ങൾക്കാണ്. ലാലെ പ്രതിപക്ഷത്തിനേക്കാൾ വലിയ ആവശ്യം ഞങ്ങൾക്കാണ് ഞങ്ങളുടെ സത്യസന്ധത തെളിയിക്കാൻ. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് വരെ ഇട്ടില്ലാത്ത വിധത്തിലുള്ള വിപുലമായ ടേംസ് ഓഫ് റെഫറൻസ് ഫിക്സ് ചെയ്തത്. പ്രതിപക്ഷം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയത്, മുഖ്യമന്ത്രിയെ ഉൾപ്പെടുത്തിയത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്തിയത്, ഇതെല്ലാം ഞങ്ങൾ ചെയ്തത് ഇത് പുറത്തുകൊണ്ട് വരാനാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെയും ഞങ്ങളുടെയും രാഷ്ട്രീയ നിലപാടുകളാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് CPM 10 കോടി രൂപ കൊടുത്തു എന്ന് സരിത പറഞ്ഞാൽ അത് അപ്പാടെ വെള്ളം കുടിക്കാതെ വിഴുങ്ങാൻ ഞങ്ങളൊന്നും നിങ്ങളുടെ നിലവാരത്തിൽ നിൽക്കുന്നവരല്ല. അത് റിയാസ് മറുപടി പറയേണ്ടതാണ്. പക്ഷെ അതിന് മുമ്പ് എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഈ സോളാർ കമ്മീഷൻ ഉണ്ടാക്കിയത് നിങ്ങളാണ്. നിങ്ങൾ ഇത്രയും വലിയ വിപുലമായ ടേംസ് ഓഫ് റെഫറൻസ് ഒക്കെ ഉണ്ടാക്കി. ഇങ്ങനെ ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ടാക്കി അവിടെ പോയി സരിത പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ മുമ്പിലാണ് മുഖ്യമന്ത്രി പോയി 14 മണിക്കൂറൊക്കെ ഇരുന്നത്. അപ്പം നിങ്ങൾ അവിടെ പോയി നിങ്ങളെ ഇരുത്തിയ ആ സരിതയെ നിങ്ങൾക്ക് ഇരുത്താൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് പ്രതിപക്ഷത്തിന്റെ പേരിലുള്ള ഈ ആരോപണം നിങ്ങൾക്ക് അവിടെ ഇരുത്തിയത് സരിതയല്ല, നീതിബോധമുള്ള ഒരു ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റാണ് സരിതയെ അറസ്റ്റ് ചെയ്തത്. ഈ ഗവൺമെന്റാണ് സരിതയെ അറസ്റ്റ് ചെയ്തത്. ഈ ഗവൺമെന്റാണ് ബിജു രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്തത്. ഇതിന്റെ മുഴുവൻ കാര്യങ്ങളും ഈ സർക്കാരിന്റെ കീഴിലുള്ള പോലീസാണ് നടത്തിയത്. ഇടതുപക്ഷ ഗവൺമെന്റ് കാലത്ത് കൊലക്കേസിൽ പ്രതിയായിട്ട് പോലും നിസ്സാര കേസുകൾ തേച്ചുമാച്ച് കളഞ്ഞ് സ്വതന്ത്രമായി വിഹരിക്കാൻ ഇവർക്ക് അവസരം ഉണ്ടായി കൊടുത്തു. ഒന്ന് പറയാൻ എന്നോടാണല്ലോ ചോദിച്ചത്, അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയാം. ഒന്ന്, ഇദ്ദേഹം UDF-ന്റെ നേതാക്കന്മാരും ജുഡീഷ്യൽ കമ്മീഷൻ ഇവരുടെ ഔദാര്യത്തിന് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പാകെ തീരുമാനിച്ചൊരു കാര്യമാണ്. ഇവരുടെ ഒരു ഔദാര്യമാണ് ജുഡീഷ്യൽ കമ്മീഷൻ. ആരും പറയാതെ ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഒരു ദിവസം രാവിലെ ഉറക്കത്തിന് എണീറ്റപ്പോൾ തോന്നിയിട്ടാണ് പ്രഖ്യാപിച്ചാണ്. അങ്ങനെയാണോ? എത്ര പ്രക്ഷോഭം നടന്നു? ഞാൻ ചോദിക്കട്ടെ, നിയമസഭയിൽ 12 ദിവസം തുടർച്ചയായി സഭ സ്തംഭിപ്പിച്ചു. 12 ദിവസം. ഈ 12 ദിവസവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞ എന്താ സഭാരേഖയിലുണ്ട്. എൻ്റെ സുഹൃത്തൊന്ന് പരിശോധിച്ച് നോക്കണം. ജുഡീഷ്യൽ കമ്മീഷന് തയ്യാറുണ്ടോ എന്ന ഞങ്ങളുടെ ചോദ്യത്തിന് തയ്യാറല്ല എന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി 12 ദിവസവും പറഞ്ഞ സഭാരേഖ പരിശോധിക്കാം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ ഞങ്ങളുടെ സമരത്തിൻ്റെ ഭാഗമായി നിങ്ങൾ നിർബന്ധിതരായതാണ്. രണ്ടാമത് ജിക്കു മോനെയും ജോപ്പനെയും മുഖ്യമന്ത്രി ന്യായീകരിക്കുകയായിരുന്നില്ലേ? നിയമസഭക്കകത്തും പുറത്തും പരസ്യമായി ന്യായീകരിക്കുകയായിരുന്നു. അവസാനം ADGP സെൻകുമാർ നടത്തിയ ഒരു അന്വേഷണത്തെ തുടർന്നാണ് രണ്ടുപേരെയും സ്റ്റാഫിൽ നിന്നും മാറ്റാൻ മുഖ്യമന്ത്രി നിർബന്ധിക്കപ്പെട്ടത്. എല്ലാം നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ നിങ്ങളുടെ ഔദാര്യമല്ല, കേരളത്തിലെ ജനങ്ങളുടെ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി വന്നതാണ്. നിയമസഭയിൽ പോലും 12 ദിവസം തുടർച്ചയായി സ്തംഭിക്കപ്പെട്ടപ്പോഴും നിങ്ങളതിന് തയ്യാറല്ല എന്ന് പറഞ്ഞതാണ്. മൂന്നാമത് ടേംസ് ഓഫ് റെഫറൻസ്, അത് ഞങ്ങൾ ഫൈറ്റ് ചെയ്തതാണ്, ജനങ്ങളുടെ ഭാഗമായി ഫൈറ്റ് ചെയ്ത് നേടിയാണ്. അതിൻ്റെയൊക്കെ പിതൃത്വം നിങ്ങൾ ഏറ്റെടുക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം അങ്ങനെ നിങ്ങൾ പിതൃത്വം ഏറ്റെടുക്കുന്ന ഒരു കമ്മീഷൻ തന്നെ പിന്നീട് പറഞ്ഞു സർക്കാർ സഹകരിക്കുന്നില്ല, പലരും ഇത് നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി കളയുന്നു. ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്, ഞാൻ ഇന്നലെ പറഞ്ഞു, മുമ്പും പറഞ്ഞു. അപ്പം നീതി ലഭിക്കുന്നതിനെ നീട്ടിക്കൊണ്ടുപോകുന്നത് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ നിങ്ങൾ CPM-ന്റെ ഗൂഢാലോചന എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നു. ആരാ ഇവിടെ കേരളത്തിൽ ഗൂഢാലോചന നടത്തുന്നത്? കേരളത്തിൽ ഒരു MLA-യെ ചാക്കിട്ട് പിടിച്ചത് ആര്? ആ MLA വിഷയത്തിലുണ്ട്, അത് വേറെ കാര്യം. കേരളത്തിൽ ഒരു പാർട്ടിയെ തന്നെ MP ആക്കാമെന്ന് പറഞ്ഞ് ഒരു വ്യക്തിയെ സ്വാധീനിച്ച് ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമം നടത്തിയ ആര്? ഇതോടൊപ്പം തമ്പാനൂർ രവി, എൻ്റെ പ്രിയപ്പെട്ട UDF-ന്റെ സുഹൃത്തിന് ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രാധാന്യം അറിയില്ല എന്ന് തോന്നുന്നു. പക്ഷെ തമ്പാനൂർ രവിക്ക് അറിയാമല്ലോ, അതുകൊണ്ടല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, സ്വാധീനിക്കാൻ ശ്രമിച്ചത്. അത് ടെലിഫോൺ രേഖയിലുണ്ടല്ലോ. സരിതയുടെ മൊഴിയൊക്കെ കള്ളമാണെന്ന് നിങ്ങൾ പറഞ്ഞോളൂ, പക്ഷേ ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കാം, അത് മുഴുവൻ മാറ്റിക്കോളൂ. എന്നാൽ ഒരു ചോദ്യം, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട മനസാക്ഷി സൂക്ഷിപ്പുകാരനായ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തുണ്ടെങ്കിൽ എപ്പോഴും ഒപ്പമുള്ള ശ്രീ തമ്പാനൂർ രവി
സരിതയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണം മാത്രം മതി. മുമ്പ് കരുണാകരനെ കുറിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞതുപോലെ കേരളത്തിലെ 1-ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഉമ്മൻചാണ്ടിക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ അത് മാത്രം മതി. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും വേണ്ട. ഒരു ചോദ്യം കൂടി. ഇവിടെ ഒരു വണ്ടിച്ചെക്ക് കേസിന്റെ പ്രശ്നമുണ്ടായിരുന്നില്ല എൻ്റെ സുഹൃത്തെ. 2 ലക്ഷം രൂപയുടെ ചെക്ക് മടങ്ങിയത് സോളാർ കമ്പനി. എന്തേ നിങ്ങൾ കേസ് കൊടുക്കാഞ്ഞത്? സോളാർ കമ്പനി സരിത ടീമിന്റെ ചെക്ക് വണ്ടിച്ചെക്കാണെന്ന് അറിഞ്ഞപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഗവൺമെന്റും കേസ് കൊടുക്കാൻ എന്തേ? അത് ഞങ്ങളുടെ സ്വന്തക്കാരാണ് എന്നുള്ള ഒറ്റ താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് കേസ് കൊടുക്കാഞ്ഞത്. ഇതിനൊക്കെ നിങ്ങൾ ഉത്തരം പറയുന്നതിന് പകരം നിങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞത് കൊണ്ടൊന്നും ജനങ്ങൾക്ക് പറയണം. ശ്രീ രാധാകൃഷ്ണ മേനോൻ BJP നേതാവ് കൂടി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഇതിപ്പോ ഡൽഹിയിലും കുറച്ച് പണം കൈമാറ്റം ചെയ്തതായി, കുറച്ചല്ല, മുഖ്യമന്ത്രിക്ക് കൊടുത്തതിൻ്റെ ഒരു നല്ല പങ്ക് ഡൽഹിയിലാണ്, ചാന്ദിനി ചൗക്കിലാണ് ഇത് കൈമാറ്റം ചെയ്തതായി സരിത പറഞ്ഞിട്ടുള്ളത്. ഇത് BJPയുടെ ഒരു പ്രവർത്തകൻ ഇന്നിപ്പോൾ ഡൽഹിയിൽ പരാതി നൽകിയിട്ടുമുണ്ട്. വളരെ കൃത്യമായി ഇടപെടേണ്ട ഒരു രാജ്യത്തിൻ്റെ സർക്കാർ തന്നെ ഇടപെടേണ്ട ഒരു അർത്ഥത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടോ? ഇവിടെ മുഖ്യമന്ത്രി, ഇതുപോലൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പോലും ഇടപെട്ട ഒരു വലിയ ഒരു കേസായി ഇത് മാറുമ്പോൾ, അത്തരത്തിൽ ആരോപണം വരുമ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടെത്തുന്നതിന് വേണ്ടി കൂടുതൽ ഇടപെടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അതിനുള്ള ഒരു ഇടപെടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ? അല്ല, തീർച്ചയായും ഇതിൽ സത്യസന്ധമായ വിശ്വസനീയമായ ഒരു അന്വേഷണത്തിന് ഏറ്റവും അധികം പ്രസക്തിയുള്ള സമയമാണിത്. കാരണം ഇതുവരെ ഈ വിഷയത്തിൽ ഉണ്ടായ അന്വേഷണവും ആ അന്വേഷണത്തെ തുടർന്ന് ഉണ്ടായ തെളിവുകളും, ആ തെളിവുകളെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമവും, അന്വേഷണം ഇതിനെ എങ്ങനെ അട്ടിമറിക്കാം എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാടുമായിരുന്നു എന്നാണ് ഈ സംഭവം ആദ്യം മുതൽ പരിശോധിക്കുന്ന ആർക്കും ബോധ്യമാവുന്നത്. കാരണം ഇത് ശ്രീധരൻ നായരുടെ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ, ശ്രീധരൻ നായരുടെ പരാതിയുടെ പശ്ചാത്തലത്തിലുണ്ടായ വസ്തുതകൾ, അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിരപരാധിയാണ്, ബന്ധമില്ല എന്നെല്ലാം പറഞ്ഞ സംഭവം, അതെല്ലാം ഇന്ന് മാറി മറിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ ശ്രീധരൻ നായരുമായി ഉണ്ടാക്കിയ ഇടപാട് അത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള അറിവോടെ ആയിരുന്നു എന്ന് വ്യക്തമാകുമ്പോൾ, കേരളത്തിലുടനീളം മാത്രമല്ല ഭാരതത്തിലുടനീളം തട്ടിപ്പ് നടത്തുവാൻ വേണ്ടി സരിത തട്ടിക്കൂട്ടിയ കമ്പനിക്ക്, ആ തട്ടിപ്പ് സംഘത്തിന് ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഒത്താശകളും പിൻബലവും കൊടുത്തു എന്ന് വ്യക്തമായിരിക്കുന്നു. അതിൻ്റെ ആ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ആ തട്ടിപ്പ് കേസിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൂടി പ്രതിയാവുന്നു എന്ന യാഥാർത്ഥ്യത്തെ ഈ കാലം അത്രയും മറച്ചു വെക്കുകയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ പിൻബലമാണ് ഈ പണം കൊടുക്കാൻ തനിക്ക് ഇടയാക്കിയത് എന്നാണ് ശ്രീധരൻ നായർ എന്ന് പറഞ്ഞത്. ഏതാണ്ട് അതേ രീതിയിലുള്ള പിന്നീട് പല ആളുകളുടെയും പരാതി വന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ രാധാകൃഷ്ണ മേനോൻ, ഇത്ര രാജ്യവ്യാപകമായ ഒരു വലിയ ഇടപെടലുകൾ നടന്നിട്ടുള്ള ഒരു കേസാണ് ഇത് എങ്കിൽ ആ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്കും ആ രീതിയിലുള്ള ചിലയിലേക്കും പോകാൻ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കും സർക്കാരിനുമൊക്കെ ഒരു ഉത്തരവാദിത്തമുണ്ട്. അതിന് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ സോളാർ കേസിൽ? ഇത് കേരളത്തിൻ്റെ അതിർത്തിക്കപ്പുറത്തേക്ക് നിങ്ങൾ എപ്പോഴൊക്കെ ചർച്ച ചെയ്തു? അല്ല, തീർച്ചയായിട്ടും ഇപ്പോഴാണ് കേരളത്തിൻ്റെ അതിർത്തിക്കപ്പുറത്ത് വെച്ചുള്ള ഈ പണമിടപാടിൻ്റെ വ്യക്തമായ ഒരു രൂപം ഒരു കമ്മീഷൻ്റെ മുന്നിൽ സരിത കൊടുത്ത മൊഴിയുടെ പശ്ചാത്തലത്തിലാണ് അത് ഇപ്പോൾ ഒരു തെളിവായി സ്വീകരിക്കാവുന്ന തരത്തിൽ വന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ, യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് ഇക്കാര്യത്തെ സംബന്ധിച്ച് അന്വേഷിക്കാൻ CBIയോട് ശുപാർശ ചെയ്തിരുന്നെങ്കിൽ പണ്ടേ CBI അന്വേഷിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ലാതെ ദേശീയ തലത്തിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ കയറി ഇടപെടാൻ ഇത് സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര കാര്യമാണ്. അപ്പോൾ ഈ ആഭ്യന്തര ഭരണത്തിന് കീഴിൽ, സംസ്ഥാനത്തിൻ്റെ കീഴിലുള്ള പ്രശ്നത്തെ സത്യത്തിൽ ഈ ശ്രീധരൻ നായരുടെ വിഷയമുണ്ടായപ്പോൾ കേരളം മുഴുവൻ സ്തംഭിപ്പിക്കുന്ന തരത്തിൽ തിരുവനന്തപുരത്ത് സമരം നടത്തിയ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്ത് ഒത്തുതീർപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് പിന്മാറിയത് എന്നതിനെക്കുറിച്ച് ദുരൂഹതയുണ്ട്. TP കേസിൽ വിജിലൻസ് ഗൂഢാലോചന അന്വേഷിക്കാതിരിക്കാം എന്ന് ഒരു ധാരണയുണ്ടാക്കിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് സമരം താൽക്കാലികമായി അന്ന് അവസാനിപ്പിച്ചത് എന്നതിനെക്കുറിച്ചും ജനങ്ങൾ സംശയിക്കുന്നുണ്ട്. ഈ കേസ് നിങ്ങളിപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണോ നിങ്ങളും മുഖ്യമന്ത്രിയും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് തിരിച്ച് അവരും ചോദിക്കും. അല്ല, ഒരു കാരണവശാലും സംശയിക്കേണ്ടതാലേ ഞങ്ങളുടെ പരമാവധി പരിശ്രമം ഈ കേസിൻ്റെ കാര്യത്തിൽ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാനുണ്ടാവും. ഈ കേസിൽ
ഡൽഹിയിൽ നടന്ന സംഭവത്തെക്കുറിച്ചോ അതല്ല കേരളത്തിലുടനീളം നടന്ന സംഭവങ്ങളെക്കുറിച്ചോ ഏത് തരത്തിലുള്ള അന്വേഷണത്തിനും നിയമം അനുവദിക്കുന്ന തരത്തിൽ തീർച്ചയായും കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നോ ഏത് കോൺട്രിബ്യൂഷനും നൽകാൻ തീർച്ചയായിട്ടും തയ്യാറാവും. ശ്രീമതി ബിന്ദു കൃഷ്ണ കൂടി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ, കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ മുതൽ തന്നെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പേരിൽ ആ മുഖ്യമന്ത്രിയെ അതുപോലെ നിലനിർത്തുന്നതിന് വേണ്ടി കോൺഗ്രസിന് പെടാപ്പാട് പെടേണ്ടി വരുന്നു. ഹൈക്കമാൻഡിന് വലിയ ഇടപെടലുകൾ നടത്തേണ്ടി വരുന്നു. ഇപ്പോൾ ഇതാ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന് വരെ ഇടപെടാൻ തക്കവണ്ണം പാകത്തിൽ ഈ കേസ് വളരുമ്പോൾ വീണ്ടും മുഖ്യമന്ത്രിക്ക് അന്വേഷണത്തിൻ്റെ പേരിൽ തിരുവനന്തപുരവും ഡൽഹിയിലേക്കുമൊക്കെ പറക്കേണ്ടി വരുന്ന ഒരു സാധ്യതയാണ് ഇനിയിപ്പോൾ കാണുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ സുഗമമായ യാത്രയെ തടസ്സപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മറ്റു പ്രസ്ഥാനങ്ങളും ഒക്കെ കൂടി ഇത്തരം ഒരു ഗൂഢാലോചന നടത്തിയാൽ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തട്ടിപ്പുകാരിയുടെയും മറ്റെല്ലാ തരത്തിലും കുപ്രസിദ്ധി ആർജിച്ച ആളിന്റെയും വാക്കുകൾക്ക് മറ്റെന്തിനേക്കാൾ വില കൊടുക്കുന്നത് താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കൂടിയാണ് എങ്കിലും അത് ശരിയല്ല എന്ന കൃത്യമായ അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇതിങ്ങനെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്ന് ഇടപെടുന്നത്. ഈ പറഞ്ഞ രീതിയിലുള്ള തട്ടിപ്പുകാരിയുമായി ബന്ധപ്പെട്ട പേരുകൾ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടുള്ളത് രേഖാമൂലം ശബ്ദരേഖയിലൂടെയും മറ്റും പുറത്തേക്ക് വന്നിട്ടുള്ളത് കോൺഗ്രസിന്റെ നേതാക്കളുടേത് തന്നെയാണ്. തീർച്ചയായും ഫലമുള്ള വൃക്ഷത്തിലല്ലേ കല്ലെറിയുകയുള്ളൂ. ഇവിടെ കേരളം ഭരിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. അതുകൊണ്ടാണ് ആ ഗവൺമെന്റുമായി അടുത്തു നിൽക്കുന്നവരും ഗവൺമെന്റ് നയിക്കുന്നവരടക്കമുള്ളവർക്കെതിരായിട്ട് ഇതുപോലെയുള്ള ആസൂത്രിതമായ ഗൂഢാലോചനകൾ നടത്തുന്നത്. ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. ഈ 2013 ജൂൺ മാസത്തിൽ സരിതാ നായരെ അറസ്റ്റ് ചെയ്തതിന് ശേഷമല്ലേ ഇതെല്ലാം ഉണ്ടായത്? അതിനു മുമ്പ് നടന്ന് തട്ടിപ്പ് നടത്തിയവർ, അതിനു മുമ്പ് കൊലപാതക കേസ് നടത്തിയിട്ട് പോലും അതിനെ ഒളിപ്പിച്ചവർ, രാസപരിശോധനാ റിപ്പോർട്ട് അടക്കം പൂഴ്ത്തിവെച്ചവർ, ഇവരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടല്ലേ അവർ ഈ ഗവൺമെന്റിനെതിരായിട്ട് തിരിയേണ്ട ഒരു സാഹചര്യം സർക്കാർ ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് അറസ്റ്റ് ചെയ്യുകയായിരുന്നില്ലല്ലോ. ഇത് മറ്റുള്ളവർ ചൂണ്ടിക്കാട്ടിയപ്പോൾ മാധ്യമങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നപ്പോഴല്ലേ ഈ കേസിലേക്ക് സർക്കാർ ഇടപെട്ടത്? ഞാൻ മനസ്സിലാക്കുന്നത് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് പോലും ഇവരെ അറസ്റ്റ് ചെയ്ത് 3-ാം തീയതി അറസ്റ്റ് ചെയ്തതിന് ജൂൺ 3-ാം തീയതി അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ്. പക്ഷെ അത് എന്ത് തന്നെയായാലും ഡോക്ടർ ലാൽ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന് അല്ലെങ്കിൽ ഗവൺമെന്റിന് കൈവിട്ടുപോയൊരു അവസ്ഥയില്ല. ഇത് സ്വാഭാവികമായും ഈ ഗവൺമെന്റ് നയപരിപാടികൾക്കെതിരായിട്ട് കൃത്യമായ ഒരു വിമർശനം ഉന്നയിക്കാൻ കഴിയാതെ, കൃത്യമായ ഒരു പ്രതിഷേധം ഉന്നയിക്കാൻ കഴിയാതെ പോയ, രാഷ്ട്രീയ അജണ്ട ഇല്ലാതെ പോയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കിട്ടിയ ഒരു കച്ചിത്തുരുമ്പായി സരിതാ നായർ എന്ന് പറയുന്ന എന്നും ആരോപണങ്ങൾ ഉന്നയിക്കുകയും മാറ്റിപ്പറയുകയും തിരുത്തി പറയുകയും പിന്നീട് അത് ആവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളുടെ വാക്കുകളിലേക്ക് കേരള രാഷ്ട്രീയം മാറ്റുവാൻ ശ്രമിച്ചതിന്റെ പരിണത ഫലമാണ് ഇതൊക്കെ കാണുന്നത്. അന്വേഷിക്കണ്ടേ ശ്രീമതി ബിന്ദു കൃഷ്ണ? അന്വേഷണത്തിന് എന്തിനാണ് പേടിക്കുന്നത്? ഒരു ഭയവുമില്ല. ആര് വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ, ഏത് ഏജൻസി വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ. പക്ഷേ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഉള്ള അന്വേഷണമാണ്. അതാണ് ഇന്ന് തൃശൂർ വിജിലൻസ് കോടതി സ്പെഷ്യൽ ജഡ്ജിന്റെ ഒരു ഉത്തരവ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നിയമരംഗത്ത് കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത രീതിയിലേക്ക് കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിൽ തന്നെ അത്തരം നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് വലിയ കോലാഹലം ഉണ്ടാക്കാൻ ഒരു വികാരപരമായി ഇത്തരം കാര്യങ്ങളെ സമീപിക്കാൻ കഴിയും. വിവേകപരമായോ നിയമപരമായോ ഇത്തരം കാര്യങ്ങൾ വളരെ നിയമത്തിന്റെ വൃത്തത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്കൊക്കെ നോക്കിക്കാണാൻ കഴിയൂ. കേട്ടുകേൾവി ഇല്ലാത്ത വിധത്തിലുള്ള കെട്ടുകഥകൾ പോലെയുള്ള തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ രാഷ്ട്രീയത്തിലും സർക്കാരിലും ഒക്കെ നടക്കുമ്പോൾ, അസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ കോടതിയിൽ നിന്നും അത്തരത്തിലുള്ള അസാധാരണ ഉത്തരവുകൾ ഉണ്ടാകുമെന്ന് കോടതി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. കോടതി ഓർമ്മിപ്പിക്കുന്ന അസാധാരണമായ സ്ഥിതിവിശേഷം കേരള രാഷ്ട്രീയത്തിലോ ഈ നിയമവൃത്തങ്ങളിലോ ഇല്ല. പക്ഷെ അത് അങ്ങനെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് ഉത്തരവുകൾ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കൃത്യമായ ആ കാര്യങ്ങൾ കുറച്ചുകൂടി വിലയിരുത്തുമ്പോൾ അതിന്റെ നിജസ്ഥിതി മനസ്സിലാകും. അത് വരും ദിവസങ്ങൾ രാഷ്ട്രീയ കേരളത്തിലും നിങ്ങൾ പ്രവർത്തിച്ചു കാണിക്കണം. ഈ സരിതയ്ക്കെതിരെ മാനനഷ്ടത്തിന് കേസെടുക്കണം. അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ ഒക്കെ നിങ്ങൾ തെളിവുകൾ കൊണ്ടുവന്ന് തുറുങ്കിലടയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അത് ചെയ്യാതെ ഒത്തുതീർപ്പിന് പോകുന്നതിന്റെ സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. ശബ്ദരേഖകളിലൂടെ KPCC നേതാവ് തമ്പാനൂർ രവി ചെയ്തത് അതാണ്. ശ്രീ തമ്പാനൂർ രവി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഞാൻ അവരെ അങ്ങോട്ട് വിളിച്ചിട്ടില്ല, അവരെന്നെ ഇങ്ങോട്ട് വിളിച്ചതാണെന്ന്. അതിനെക്കുറിച്ചൊരു സ്ഥിതിയെക്കുറിച്ച് ഒരു മാധ്യമവും വ്യക്തമാക്കാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. അതെന്തുമായിക്കൊള്ളട്ടെ, ഒരു കാര്യം വ്യക്തമാണ്,
കേരളത്തിന്റെ മുഖ്യമന്ത്രി 6 പതിറ്റാണ്ടിലേറെയായി രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്ത് നിൽക്കുന്ന ആ വ്യക്തി അദ്ദേഹം വളരെ ആർജവത്തോടുകൂടി പറയുന്നു, 1% ഈ കാര്യത്തിൽ സത്യമുണ്ട് എങ്കിൽ ഞാൻ എന്റെ മുഖ്യമന്ത്രി പദവി മാത്രമല്ല എന്റെ പൊതുപ്രവർത്തനം കൂടി അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്ന്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഈ തമ്പാനൂർ രവിയെ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഈ രീതിയിലാണ് തമ്പാനൂർ രവി മറുപടി പറഞ്ഞത്. ശ്രീമതി ബിന്ദു കൃഷ്ണയെയാണ് സരിത വിളിച്ചത് എന്ന് കരുതുക. ഈ പറഞ്ഞതുപോലെയുള്ള ഉപദേശങ്ങൾ കൊടുക്കുമായിരുന്നോ? റോഷൻ എന്ന വക്കീലുമായി സംസാരിച്ചിട്ട് ചെയ്യണം കാര്യങ്ങൾ എന്ന് പറയുമായിരുന്നോ? 3 തവണയെ കണ്ടിട്ടുള്ളൂ എന്ന് പറയണം എന്ന് പറയുമായിരുന്നോ? മാതൃഭൂമിയൊക്കെ വായിച്ചിട്ട് വേണം പോകാൻ എന്ന് പറയുമായിരുന്നോ? അതിനകത്ത് പറഞ്ഞ ഓരോ കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ ചൂണ്ടിക്കാട്ടാം. ഇങ്ങനെ ബിന്ദു കൃഷ്ണ പറയുമായിരുന്നു. സാങ്കല്പികമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് നമ്മൾ പോയാൽ ഈ ചർച്ച എങ്ങും എത്തത്തില്ല. ഒരു കാര്യം മാത്രമേ ഈ ചർച്ചയെ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കേരളത്തിന്റെ രാഷ്ട്രീയ അജണ്ടയും മാധ്യമ അജണ്ടയും നിശ്ചയിക്കുന്നത് ഇത്തരം തട്ടിപ്പുകാരാകരുത്. ഒരു പക്ഷെ ആ തട്ടിപ്പുകാരാണ് എങ്കിലും അവർ പറയുന്ന വാക്കിന് വിലയുണ്ട് എങ്കിൽ അതാണ് വേണ്ടത്. തട്ടിപ്പുകാർ അങ്ങനെ ഉള്ള ഈ രാജ്യം ഭരിക്കുന്ന അവസ്ഥ വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ കേസിനെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. ഭരണ സ്വാധീനത്തിൽ ഭരണത്തിന്റെ ഇടനാഴികൾ ഒരിടത്തും ഈ തട്ടിപ്പുകാർക്ക് സ്വാധീനം ഉണ്ടാകാൻ പാടില്ല. അത് ബിന്ദു കൃഷ്ണയെ പോലെ ആഗ്രഹിക്കുന്ന പൊതുസമൂഹവും ജനങ്ങളും ഈ കേസിനെ അങ്ങനെ കാണുമ്പോൾ ആ കേസ് അന്വേഷിക്കുന്നതിനെ തടസ്സപ്പെടുത്തുകയാണ് സാങ്കേതികത്വം പറഞ്ഞ്. അതിനെ എങ്ങനെ ന്യായീകരിക്കാനാകും ബിന്ദു കൃഷ്ണ? ഒരു സാങ്കേതികത്വവും പറഞ്ഞ ഒരു അന്വേഷണത്തെയും കോൺഗ്രസ് പ്രസ്ഥാനമോ ഗവൺമെന്റോ തടസ്സപ്പെടുത്തുന്നില്ല. ഏത് രീതിയിലുള്ള അന്വേഷണവും നടക്കട്ടെ എന്ന് എല്ലാ അന്വേഷണത്തെയും സ്വാഗതം ചെയ്തുകൊണ്ടല്ലേ ഈ അങ്ങനെയാണെങ്കിൽ നാളെ അപ്പീലിന് പോകണ്ടല്ലോ. അപ്പീലിന് പോകുന്നതിന് വരെ ഈ അന്വേഷണം നടക്കട്ടെ. ഈ വിജിലൻസ് കോടതി പറഞ്ഞതുപോലെ എന്തിന് അന്വേഷണം നടത്തിയാൽ എന്താണ് കുഴപ്പം? അപ്പീൽ എന്ന് പറയുന്നത് കുറുക്കു വഴി അല്ലല്ലോ. അപ്പീൽ ഒരു അവകാശമാണല്ലോ. ഇന്ത്യയിൽ ഏതൊരു പൗരന്റെ നിയമപരമായ അവകാശമാണ്. ആ അവകാശം കെ ബാബുവിനെതിരെ അന്വേഷണം നടക്കേണ്ട, അത് അന്വേഷണം സ്റ്റേ ചെയ്യുന്നതിനാണ്, റദ്ദാക്കുന്നതിനാണ് ഇന്ന് കോടതിയിൽ പോയി സ്റ്റേ മേടിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? അന്വേഷണം നടക്കട്ടെ. അല്ല, സ്റ്റേ വാങ്ങേണ്ട കാര്യങ്ങൾ വാങ്ങുക തന്നെ വേണം. അപ്പീൽ കൊടുക്കേണ്ട സ്ഥലത്ത് അപ്പീൽ കൊടുക്കുക തന്നെ ആ വേണം. കാര്യമാണ് ബിന്ദു കൃഷ്ണ ഞാൻ പറഞ്ഞത്. എന്ത് കാര്യത്തിനാണ് അപ്പീൽ കൊടുക്കുന്നത്? എന്ത് കാര്യത്തിനാണ് ഈ സ്റ്റേ വാങ്ങിച്ചിരിക്കുന്നത്? അതൊന്ന് പറയുമ്പോൾ വ്യക്തമാകുമല്ലോ. ഈ വിജിലൻസ് കോടതി പറഞ്ഞ അന്വേഷണം നടക്കുന്നതിനാണ് സ്റ്റേ. അത് മാത്രമല്ല ഡോക്ടർ ലാൽ, കോടതികൾ സാധാരണഗതിയിൽ നമ്മളൊക്കെ തന്നെ കോടതികളിൽ പോകുന്നവരും കോടതി നടപടികളുമായിട്ട് സഹകരിക്കുന്നവരുമാണ്. ആ കോടതി നടപടി സാധാരണഗതിയിൽ കാണാത്ത രീതിയിലേക്ക് പത്രങ്ങളുടെയും ചാനലുകളുടെയും ഹെഡ്ലൈൻസ് ആകാൻ വേണ്ടി ജഡ്ജിമാർ മത്സരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് ജനങ്ങൾ പറയുന്ന നിലയിലേക്ക് അവരുടെ നിരീക്ഷണങ്ങൾ വരുന്നു. അത് സാധാരണ സിവിൽ കേസുകളാകുമ്പോൾ നമുക്ക് ആ രീതിയിലൊക്കെ പറയാം. ഇതൊരു സാധാരണ വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യമല്ല, സംസ്ഥാനത്തെ ഭരണത്തിലിരിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടതാണ്. ആ സ്ഥാനത്തിരിക്കുന്നതിന് അവർക്ക് അതുകൊണ്ട് തന്നെ ന്യായമായും അർഹതയില്ല. അവിടെ നിന്ന് മാറി നിന്നുകൊണ്ട് ഈ കേസിൽ അപ്പീലൊക്കെ പോകാം. അതിന് കെ ബാബു കാണിച്ചത് രാജിവെച്ചിട്ട് അദ്ദേഹം പോയി, മനസ്സിലാക്കുന്നു. മറ്റുള്ളവർ അവിടെ ഇരുന്നു കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ആരെങ്കിലും വെറുതെ പറയുന്നതല്ല, മറിച്ച് ഈ കോടതികൾ ഉത്തമ ബോധ്യമില്ലാത്ത കാര്യങ്ങൾ അവരുടെ മുന്നിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സാധാരണ കോടതികൾ നിരീക്ഷണങ്ങൾ നടത്തുന്നതും തീരുമാനങ്ങളും ഉത്തരവുകളും ഒക്കെ ഉണ്ടാകുന്നതും. അതിനപ്പുറത്തേക്ക് ഒരു സബ്മിഷൻ ഉണ്ടാകുമ്പോൾ തന്നെ അതിലേക്ക് ജഡ്ജിമാർ നിരീക്ഷണങ്ങൾ കയ്യടി കിട്ടത്തക്ക രീതിയിലേക്ക് ആക്കുന്നത് തീർത്തും വികാരപരമായി പോകുന്നു. അത് നിയമപരമാകുന്നില്ല എന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല. കേരളത്തിലെ ജനങ്ങൾ ഒരു മുഖ്യമന്ത്രി ആയിക്കൊള്ളട്ടെ, മന്ത്രി ആയിക്കൊള്ളട്ടെ, സാധാരണ പൗരനായിക്കോട്ടെ, സാധാരണ പൗരനുള്ള എല്ലാ അവകാശങ്ങളും മുഖ്യമന്ത്രിക്കും മന്ത്രിക്കും കിട്ടാൻ അർഹതയുണ്ട്, അവകാശമുണ്ട്. അവരെ നമ്മൾ എന്തിനാ വേറിട്ട് കാണുന്നത്? നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് പോയാൽ സരിത പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ, എമർജിംഗ് കേരളം നടക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയെ ബിജു രാധാകൃഷ്ണൻ കണ്ടു. സരിത പറഞ്ഞതാണ്, രാത്രി 10:45 സലീം രാജ് വിളിച്ച് മുഖ്യമന്ത്രിക്ക് ഫോൺ കൈമാറി സംസാരിച്ചു. ഇതൊക്കെ തെളിവുകൾ പരിശോധിച്ചാൽ അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആ ഫോൺ രേഖകൾ തന്നെ ഒരു IG ഇടപെട്ട് നശിപ്പിച്ചു എന്നതാണ് സോളാർ കമ്മീഷനിൽ വന്നിരിക്കുന്ന മറ്റൊരു മൊഴി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നതിനുള്ള ത്വരിത പ്രവർത്തനം നടക്കുന്നില്ല. അന്വേഷണം നടക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കോടതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇവിടെയാണ് എന്ത് കാര്യത്തിലാണ് ഈ കേസിൽ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഈ കേസിൽ അകപ്പെട്ട ഭരണകൂടവുമായി ബന്ധപ്പെട്ട ആളുകൾക്കുള്ള ആത്മാർത്ഥത എന്ന സംശയം വരുന്നത്. ബിന്ദു കൃഷ്ണ, ഞാൻ തിരിച്ചെത്താം.